പ്രതീക്ഷയുള്ളത് ഇപ്പൊ ഷാബിജൻ ജയിക്കണമെന്നാണ് പ്രതീക്ഷ. ഷാബിജൻ ജയിക്കുന്നുണ്ടോ പ്രതീക്ഷ. ഓവർക്കോള് എങ്ങനെയാണ് മന്ത്രിയൊക്കെ നല്ലതാണ്, പക്ഷെ ഈ പ്രാവശ്യം എന്തായാലും UDF ഭരണത്തിന് വരും. ആ തരംഗത്തില് UDF വരും. UDF വരുന്നതാണ് നമ്മളെ പ്രതീക്ഷ. മണ്ഡലത്തിന് ആർക്കാണ് മുൻതൂക്കം? കോൺഗ്രസിനവിടെ കാണുന്നു കയ്യ് കൈപ്പത്തി പ്രാവശ്യം കൈപ്പത്തി. ഞാൻ തന്നെ കൈപ്പത്തി ഞങ്ങളെ നുണ പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉറച്ചു കിടക്കുന്ന അപ്പൊ ഞങ്ങള് വിചാരിക്കുന്ന അവൻ കയറിയെങ്കിലും നന്നാവുള്ളൂ, ബാക്കിയുള്ള എനിക്കറിയത്തില്ല. ഉഷാ വിജയൻ തന്നെ ആയിരിക്കും. ഉഷാ വിജയൻ തന്നെ വിജയൻ തന്നെ ആയിരിക്കാറുള്ളേ. തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഇവിടെ ആര് ജയിക്കുന്ന പ്രതീക്ഷ? ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ, നമുക്കൊരു കാര്യമില്ല. നമ്മക്കൊരു കാര്യമില്ല ആര് ജയിച്ചാലും. പിന്നെ നമുക്ക് കൂലിപ്പണി തന്നെ എടുത്ത് ജീവിക്കണം. ഇവിടെ വീട് എവിടെയാ? വീട് പയ്യമ്പള്ളി പോണം. വെള്ളവും വെളിച്ചൊക്കെ ഉണ്ടോ? വഴിയൊക്കെ ഉണ്ടോ? വഴിയും വെളിച്ചമൊക്കെ ഉണ്ട്, വെള്ളമാണ് ഇല്ലാത്തത്. കൊറേ ദൂരം ചുമക്കണോ? കുടിവെള്ളം ചുമക്കണം. കൊറേ വീട്ടുകാരുണ്ട് അടുത്തടുത്ത്? കൊറേ വീട്ടുകാരുണ്ട്. എല്ലാരും ചുമന്ന് കൊണ്ടുവരും. അപ്പൊ പറഞ്ഞിട്ടൊന്നുമില്ലേ? കേരളത്തിലോടൊന്നും പറഞ്ഞിട്ടില്ലേ? അവര് കണ്ടിട്ട് വേണ്ട പറയാ. പറയല്ലേ? ചേച്ചി എങ്ങണ്ടാ? ചേച്ചി പറഞ്ഞത് മാത്രമേ എനിക്കുള്ളൂ പറയാ. വെള്ളമില്ല, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ചുമന്ന് കൊണ്ടുവരാം. ചുമക്കണം. പയ്യമ്പള്ളി കാവുമ്പൂർ മാനന്തവാടിയിൽ ആരായിരിക്കും സാധ്യത? ജയിക്കേണ്ടത് കേളുവെട്ടനാണ്, പക്ഷെ മറ്റേ പുള്ളിക്കാരി ജയിക്കുമെന്നാണ് എല്ലാരും പറയുന്നത്. ജയിക്കുമെന്ന് പറയുന്നുണ്ട്. കേളുവെട്ടൻ നല്ല വ്യക്തിയാണ്, നല്ല പേഴ്സണാണ്. ജയിക്കുന്ന പറയാൻ കാരണം എന്താ? ഇപ്പൊ മൊത്തത്തിലുള്ള രാഷ്ട്രീയ തരംഗം കോൺഗ്രസിനാണല്ലോ, അതുകൊണ്ടായിരിക്കും. മൊത്തത്തിലൊരു തരംഗം കോൺഗ്രസിനുണ്ടല്ലോ. ഇനിയിപ്പോ 10 വർഷം ഭരിച്ചില്ല, ഇനി ഭരണമൊന്നും മാറട്ടെ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. UDF ഒരു 10,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞു. 10,000 വോട്ടിന് ജയിക്കും എന്നാ പറയുന്നത്. രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്, ആരും മോശക്കാരില്ല. എന്നാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ ട്രെൻഡ് വെച്ച് 10,000 വോട്ടിന് ഉഷാ വിജയൻ ജയിക്കും. UDF ആണോ LDF ആണോ രണ്ടും പക്ക ഇതാണ് ഉള്ളത്. ടൈറ്റ് മത്സരം. മറ്റേ BJP വോട്ട് പിടിക്കും. സംശയമില്ലാത്ത കാര്യം, നല്ല വോട്ട്. BJP വോട്ടടിക്കുമ്പോ ഇറങ്ങി പാർട്ടിക്കാർക്ക് തിരിച്ചടിയാവോ? LDF-ന് ഭൂരിപക്ഷം കുറയും, എല്ലാവർക്കും ഭൂരിപക്ഷം വോട്ട് പിടിക്കും. BJP വോട്ട് പിടിക്കും, നല്ല വോട്ട് പിടിക്കും. ഉഷാ വിജയൻ ജയിക്കുമെന്നാണ്. ഉഷാ വിജയൻ ജയിക്കുമെന്നാണ് പറയുന്നത്. ജിൻസിയുടെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത്. ഏതായാലും നമുക്ക് ചോദിക്കാം. ഇപ്രാവശ്യം എവിടെ വരുന്നത്? സ്ഥലം എവിടെ? പയ്യമ്പള്ളി. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കാണ്, 3-4 ദിവസങ്ങളേ ഉള്ളൂ. ആർക്കായിരിക്കും മാനന്തവാടിയിൽ ആരായിരിക്കും ജയിക്കാൻ സാധ്യത? LDF ആണോ UDF ആണോ BJP ആണോ? LDF. അല്ലാതെ പിന്നെ കേരളത്തിൽ തന്നെ ആയിരിക്കും. കേരളത്തിൽ തന്നെ മാറ്റം ഉണ്ടാവില്ല. ഇല്ല ഇങ്ങനെയാണ്. കേരളത്തിൽ തന്നെ ജയിക്കും. കേരളത്തിൽ തന്നെ ഇപ്രാവശ്യം നടന്നത്. ശരി. പണിയാണോ? പണിയാണ്. ഒറ്റ മിനിറ്റ്, തിരക്കുണ്ട്. മാനന്തവാടിയിൽ ആരായിരിക്കും സാധ്യത? കേരളമാണോ ഉഷയാണോ? രണ്ടും പറയാൻ പറ്റില്ല. തരംഗം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മത്സരം ടൈറ്റാണ്. ഉഷ കക്ഷി നിമിഷം ഉഷ ജയിക്കാനാണ് സാധ്യത. ജയിക്കാണ്. ചൂടൊക്കെ രാഷ്ട്രീയ ചൂടാണല്ലേ? അതെ. അങ്ങനെ ടിക്കറ്റ് തെരവുണ്ടോ? നല്ല തിരക്കല്ലേ. മാനന്തവാടിയിൽ ആരായിരിക്കും സാധ്യത? മാനന്തവാടിയിൽ ഉഷ സാധ്യത തന്നെ ആയിരിക്കും സാധ്യത കാണും. അപ്പൊ മന്ത്രി പരങ്ങളിലാണെന്നാണോ? അതെ, സാധ്യത കൂടുതൽ ഉഷ ഇങ്ങനെ കാണുന്നത് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോ. ചേട്ടാ, എങ്ങനെ ഇലക്ഷൻ ചൂടൊക്കെയാണ് ഇവിടെ? ഇലക്ഷൻ നല്ല ചൂടാണ്. ആർക്കാണ് ഏറ്റവും കേരള സാധ്യത കാണുന്നത്? അപ്പൊ കുറെ പേര് പറഞ്ഞു ഉഷാ വിജയൻ പറയാൻ പറ്റില്ല. നമുക്ക് കേരളത്തോട് താല്പര്യം. ടൈറ്റ് ഫൈറ്റ് ആണ്. ടൈറ്റാണ്. സാരല്ല, ആർക്കും ജയിച്ച് പെട്ടെന്ന് ജയിച്ചു കയറാൻ പറ്റില്ല. കേരള ചാൻസ് എന്താണ്? കേരള ചാൻസ്. അതെ, ഇപ്രാവശ്യം UDF മണ്ഡലം തിരിച്ചു പിടിക്കുന്ന UDF-ന്റെ മണ്ഡലമാണ്. അപ്പോ അങ്ങോട്ട് പോവില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജ് പ്രവർത്തനം ഉണ്ട് ഇപ്പോഴും? നല്ല പ്രവർത്തനമുണ്ട്, പക്ഷെ മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. അവിടെ ഒന്നും ഡോക്ടർമാരില്ല.
കാര്യമായിട്ടൊന്നും ഇല്ല. എന്നൊക്കെ തിരക്കിലാണോ? തിരക്കിലാണ്. കേരളം വിജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ ജയിക്കുന്നാണ് പ്രതീക്ഷയാണ്, ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. ജയിക്കണം. ചേട്ടാ എവിടെന്നാ വരുന്നേ? ഇങ്ങനെ ഇലക്ഷന്റെ ചൂടൊക്കെ ആണ്. ഇലക്ഷന്റെ ചൂടാണ്. നാളെ കൂടി മാനന്തവാടിയിൽ ആര് ജയിക്കുന്ന? അതൊന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് ആണ്. കാണോ വിഷയമാണോ? ബിജെപിന്റെ സംഘടനയില്ല, മറുപക്ഷം കോൺഗ്രസായിട്ട് തട്ടക്കാട്ടൊക്കെ. പക്ഷെ മാനന്തവാടിയിൽ എനിക്കറിയില്ല. പക്ഷെ മൊത്തത്തിൽ കേരളത്തില് ഇപ്രാവശ്യം UDF ജയിക്കുന്നതാണ്. 100 പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100 സീറ്റ് എന്നാ. എന്നാൽ 100 സീറ്റ് ഇല്ലെങ്കിലും എന്തായാലും ജയിക്കും. വയനാട് ചൂടാ, കോഴിക്കോട് എല്ലായിടത്തും ചൂടാ. ഇലക്ഷൻ ചൂടാണ് ഇപ്പൊ. പറഞ്ഞ ആർക്കാണ് മുൻതൂക്കം? ആർക്കാണ്? UDF അല്ലേ? നമ്മളെ കേരളത്തിൽ തന്നെ ജയിക്കാനാണ് സാധ്യത. ഇലക്ഷൻ ചൂടൊക്കെയാണ്. ആർക്കാണ് അതിലൊക്കെ കാണുന്നത്? പറയാനായിട്ടില്ല. വീട്ടിലൊക്കെ എങ്ങനെയാണ്? അവരുടെ ഇഷ്ടല്ലേ, വ്യക്തിപരമായ തീരുമാനങ്ങൾ. മാനന്തവാടിയിൽ ആര് ജയിക്കുന്നതാണ്? കണ്ടറിയാം. ആര് ജയിക്കുമെന്നാണ്? മാനന്തവാടിക്കോട്ട് തിരുനെല്ലിക്കാരനായതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടല്ല, അയാൾ വളരെ നല്ല മനുഷ്യനാണ്. നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, എന്നാൽ അയാൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ലത്. എങ്ങനെയാണോ? അതേ അഭിപ്രായം തന്നെയാണോ? കഴിഞ്ഞിട്ട് യാതൊരു ഷോപ്പിംഗ് നടന്ന സ്ഥലമാണ്. ഇവിടെ അവസരമാണുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ. ചേട്ടാ എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാണ് മാനന്തവാടിയിൽ ആര് ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്? ആർക്കാണ് സാധ്യത കൽപ്പിച്ചിരുന്നത്? വിജയൻ തന്നെ ആയിരിക്കും സാധ്യത. മാനന്തവാടി തിരിച്ചു പിടിക്കും. മാനന്തവാടി തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ് ഇവരും പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ആളുകളൊക്കെ നിരവധി പേരുണ്ട് ഇവിടെ, അവരോട് തന്നെ ചോദിക്കാം. കഥാ ഷോപ്പിങ്ങിന് തിരക്കിലാണോ? തെരഞ്ഞെടുപ്പൊക്കെയാണ്. ആര് ജയിക്കുന്നതാണ് പ്രതീക്ഷ? ജയിക്കട്ടെ. ജയിക്കും എന്നല്ല, ജയിക്കട്ടെ എന്നാണോ? ജയിക്കണാണോ? ആര് ജയിക്കുന്നതാണോ? കോൺഗ്രസ് ജയിക്കും. സ്ഥലം കൈതക്കല്. ഇലക്ഷൻ ചൂടൊക്കെയാണോ? നല്ല ചൂടാ. കേരളത്തിൽ ആര് വരും എന്ന്, അല്ലെങ്കിൽ പുതുതായിട്ട് മാറ്റം ഉണ്ടാവണമെന്നുണ്ടോ? മാറ്റം ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവും. ആർക്കാണ് എങ്ങനെ സാധ്യത? ഇപ്പോ ഇടതും വലതും പോകും. BJP കയറും. BJP സീറ്റ് ഉണ്ടാവും. സീറ്റ് ഉണ്ടാവും, എന്തായാലും 15 സീറ്റ് ഉറപ്പായിട്ടുണ്ടാവും. ഉറപ്പ്. ഓക്കെ. മാനന്തവാടിയില് ഇലക്ഷൻ ചൂടൊക്കെയാണ്. ആരൊക്കെ വരും? ഇതിനായിട്ട് തന്നെ ആയിരിക്കും. മാറ്റുന്നുണ്ടാവില്ല. പ്രതീക്ഷയുണ്ടോ? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ആര് ജയിച്ചാലും നമുക്ക് പണിയെടുത്താല് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ഇതിലായിരിക്കണേ. ആര് ജയിച്ചാലും അഭിപ്രായമൊന്നുമില്ല. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോ. 2 ദിവസം ഇലക്ഷൻ. അതെ. അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് CPM ജയിച്ചു കഴിഞ്ഞാൽ CPM മാത്രമല്ലേ ഉപകാരം ചെയ്യുന്നുള്ളൂ. UDF അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, ഉഷാ വിജയൻ മാനന്തവാടിയിൽ ഉഷാ വിജയൻ ജയിക്കണം. മണ്ഡലം തിരിച്ചു പിടിക്കണം. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഉള്ളത്. അപ്പൊ ഈ മാനന്തവാടിയിൽ വികസനമൊക്കെ മെഡിക്കൽ കോളേജ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ പോണം ഇവിടെ പോണം, മരുന്നൊക്കെ എല്ലാം പുറത്തേക്കല്ലേ ഉള്ളൂ. ഗുളിക കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഫലപ്രദമില്ല. അത് ഡോക്ടറെ വീട്ടിൽ പോയി കണ്ട നല്ല മരുന്ന് കിട്ടും, അത് മാത്രമേ. പ്രത്യേകിച്ച് ഒരു സംവിധാനം ആയിട്ടില്ല. തെരഞ്ഞെടുപ്പൊക്കെയാണ്. ഇപ്രാവശ്യം മാനന്തവാടിയിൽ ആര് ജയിക്കും? മാനന്തവാടിയിൽ ആര് ജയിക്കും എന്ന് പറഞ്ഞാല് പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ്. പ്രത്യേകിച്ച് ആർക്കും മുൻതൂക്കൊന്നും പറയാനില്ല. രണ്ടാൾക്കും ഒരേ ടൈറ്റ് ആണ്. പിന്നെ വിഷയക്ക് ചിലപ്പോ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കാണ്. വീട് ഇവിടെ തന്നെ മാനന്തവാടി. ഇവിടെ ഈ പ്രാവശ്യം മാനന്തവാടിയിൽ ആര് ജയിക്കുന്ന പ്രതീക്ഷ? എനിക്ക് ഇലക്ഷനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ആക്ച്വലി ഇവിടെ അല്ല, ഞാൻ ബാംഗ്ലൂരാണ്. ചോദ്യം, ഇലക്ഷനൊക്കെയാണ്. എങ്ങനെയാണ് ആര് മാനന്തവാടിയിൽ ജയിക്കുന്ന പ്രതീക്ഷ? പ്രത്യേകിച്ച് പ്രതീക്ഷ വെറുതെ രാഷ്ട്രീയം ഇല്ല. ഇലക്ഷനൊക്കെ അടുത്തിരിക്കാണ്. എങ്ങനെയാണ് മാനന്തവാടിയിൽ? നല്ല ഇലക്ഷൻ ചൂടാണോ? നല്ല ചൂടല്ലേ? നല്ല ചൂട്, വെയിലും ചൂട്, നല്ല ചൂടല്ലേ? ചൂടായിരിക്കും ഇപ്പൊ. ആരാണ് ജയിക്കാൻ സാധ്യത? ആർക്കാണ് സാധ്യത? ഇവിടെയാ സാധ്യത നല്ല ത്രികോണായിട്ടല്ലേ വരുന്നേ. എങ്ങനെ ഇവിടുത്തെ മാറ്റുന്നത് അറിയില്ലാലോ. നൈറ്റ് മത്സരമാണ്. ആർക്കും കിട്ടാറല്ല. ഇവിടെ പിന്നെ
ഇവിടെ UDF വരും. എന്നതാണ് ഒരു പ്രതീക്ഷ പ്രതീക്ഷക്കുറവ് ഇപ്പൊ അടിവലി ഉണ്ടോന്ന് അറിയില്ലല്ലോ, എന്നാലും UDF വരണം. മാനന്തവാടിയിലൊക്കെ ആര് ജയിക്കും? UDF വരിക്കും. UDF ഇപ്രാവശ്യം എന്തായാലും മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം ഇതല്ലേ. വിജയൻ എന്തായാലും ജയിക്കും. ഇതന്നെ മാറ്റം. ഉഷാ വിജയൻ വിജയിക്കും. എത്ര വോട്ടിലൊക്കെ കണക്കാക്കണം? അത് പറയാമില്ല, എന്നാലും ഒരു 5-10 വോട്ടിലും ജയിക്കും. 5000 വോട്ടിലേക്ക് ജയിക്കും. 10 വോട്ടിന് എന്തായാലും ജയിക്കും. ആ വീടുകളൊക്കെ നല്ല പ്രതികരണമാണ്. മറ്റുള്ള ജനങ്ങളും എല്ലാവരും നല്ല സഹകരണം നമുക്കുണ്ട്. തന്നെ ജയിക്കുമെന്ന് 2 കൊല്ലം അതിന്റെ കേട് ഇവിടെ ഇറങ്ങണ്ടേ, അത് കേടിനെ തോപ്പിക്കുന്ന ഒറ്റ ബാക്കിയാ. നമ്മൾ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ കിട്ടുന്നില്ല അവിടെ. ഇപ്പൊ എന്റെ മോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവിടെ കാഞ്ഞങ്ങാട് ജോലിയുള്ള കുട്ടിയാണ് എന്റെ മോള്. അവിടെ ഇതിന്റെ മരുന്നില്ല. കാസർഗോഡ് കാണിച്ചു, അവിടെ ഇല്ല. മറ്റേ പരിഹാരം മെഡിക്കൽ കോളേജ് കാണിച്ചു, അവിടെ ഇല്ല. ഇപ്പൊ കോഴിക്കോടാണ്. ഇല്ല ഞാൻ 1/2 മണിക്കൂർ. അപ്പൊ ഇതൊക്കെ ഞാൻ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന വ്യക്തിയാണ്. എനിക്ക് 71 വയസ്സായി. UDF ജയിക്കണം, ജയിച്ചാൽ പറ്റൂ. അതിന് വേണ്ടി അഹോരാത്രം ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. മാനന്തവാടിയിൽ കേളു ജയിക്കുന്നാണ് നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അതിന്റെ ജയിക്കും, വൻ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ജയിക്കാൻ സാധ്യത. നമ്മൾ ഉഷ ജയിക്കുന്നതാണ്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വോട്ട് നൽകുമ്പോൾ അവർക്ക് 7 മണ്ഡലം വേണം, 7 എണ്ണം. അതിൽ 1 മാത്രമേ ആയിട്ടുള്ളൂ. മാനന്തവാടിയിലെ കാറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ചിലപ്പോൾ തിരിച്ചടിക്കും ചാൻസ് ഉണ്ട്. അതാണ് തോന്നുന്നത്. പറയാൻ കാരണം വെച്ചാൽ UDF കിട്ടിയ മണ്ഡലമാണല്ലോ. അപ്പൊ അത് കാൻഡിഡേറ്റ് മോശമായ കൊണ്ടാണ് 2 വർഷം തിരിഞ്ഞു മറിഞ്ഞത്. ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് കുഴപ്പമില്ല എന്നാണ് പൊതുവെ അഭിപ്രായം. എത്ര വോട്ടിനൊക്കെ ജയിക്കുന്നതാണ്? 5 മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ ഈ പ്രാവശ്യം കേട് മാറി നിൽക്കുന്ന തോന്നുന്നത്. മാനന്തവാടി വികസനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒക്കെ ഇടാന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയ രംഗത്തില്ല, അതിൽ കൂടുതൽ വികസനം ഉണ്ടാക്കിയ നേതാക്കളൊക്കെ തോറ്റിട്ടില്ലേ? വികസനം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? വികസനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.